ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നതാണ് ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഇന്ന് രാത്രികാലം ഇന്ദ്രിയജയം എന്ന ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ദ്രിയജയം എന്ന് വെച്ചാൽ കൺട്രോൾ ഓവർ യുവർ സെൻസസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളായ പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്, അതിന് മേൽ ജയം ഏറ്റെടുക്കുകയാണ്. അത് കർത്താവ് പറഞ്ഞിട്ടുള്ള ദാനമായി നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഫലം നമ്മൾ ഒരുവൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്നു. എന്നാൽ ആ ഫലം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എന്നാൽ അത് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് ആ ഫലം കായ്ക്കുകയും ചെയ്യണം. നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ ഫലം മറ്റുള്ളവരിലേക്ക്, നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഫലം മറ്റുള്ളവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനോ പകർന്നു കൊടുക്കുവാനോ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ആത്മസംയമമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്നു. ഇടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പട്ടണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ മതിലില്ല എങ്കിൽ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടന്നു വരുവാനും യാതൊരുവിധ പ്രൊട്ടക്ഷനും നമുക്ക് അവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് വളരെ ഡിഫീറ്റബിളാണ്. ഏത് എതിരാളികൾക്കും വളരെ പെട്ടെന്ന് തന്നെ അതിന്മേൽ അവർക്കുമേൽ ആ പട്ടണത്തിന്മേൽ ജയമേറ്റെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ പറയുന്നത് ആത്മീയ സംയമം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നുള്ളത്. ഇതിന് ആധാരമായിട്ട് നമുക്ക് ബൈബിളിൽ പല ഉദാഹരണങ്ങൾ, പല വ്യക്തികളുടെയും ഉദാഹരണം നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് ജയം നേടേണ്ടത്? ആദ്യമായിട്ട് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ഡിസയർ. അതിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഉൽപ്പത്തിയിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ആദാമിൻ്റെയും ഹൗവയുടെയും കാര്യം വായിക്കുമ്പോൾ തന്നെ അവരുടെ ലൈഫിൽ കൺട്രോൾ ഓവർ ഡിസയർ അവർക്ക് അവിടെ ഒരു പരാജയം സംഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് അതെ, ദൈവം അവരോട് ഇപ്രകാരം ഒരു ആലോചന പറയുകയുണ്ടായി. എന്നാൽ സാത്താൻ സ്ത്രീയോട് സംസാരിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് പല രീതിയിൽ കൂടി, ഉപായങ്ങളിൽ കൂടി അവളോട് പറയുകയുണ്ടായി. നമ്മൾ ആ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. 3-ാം അധ്യായം അതിൻ്റെ ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 11-ാം വാക്യം. ആൻഡ് ഹി സെയ്ഡ്, ഹൂ ടോൾഡ് ദീ ദാറ്റ് ദോ, അതിൻ്റെ 4-ാം വാക്യം. ആൻഡ് ദ സെർപ്പന്റ് സെയ്ഡ് അണ്ടു ദ വുമൺ, യു ഷാൽ നോട്ട് ഷുവർലി ഡൈ, ഫോർ ഗോഡ് ഡസ് നോട്ട് know that in the day you eat thereof, then your eyes shall be opened, and you shall be as gods, knowing good and evil. And when the woman saw, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, സ്ത്രീ കണ്ടു കഴിഞ്ഞപ്പോൾ, that the tree was good for food, and that it was pleasant to the eyes, and a tree to be desired to make one wise, she took of the fruit thereof ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ ആ ഫലം കണ്ടു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അവിടെ ആ ഒരു ഫലം കണ്ടതിന് ശേഷമാണ് തനിക്കൊരു ഡിസിഷൻ പെട്ടെന്ന് ആ ഒരു ഫ്രൂട്ടിൻ്റെ അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇറ്റ് വാസ് പ്ലസൻറ്റ് ടു ഐസ്, കാണുവാൻ വളരെ നല്ലതായിരുന്നു. ആൻഡ് എ ട്രീ ടു ബി ഡിസൈഡ് ടു മേക്ക് വൺ വൈസ്, നമുക്ക് ദൈവത്തെ പോലെ തന്നെ ജ്ഞാനം ലഭിക്കാൻ ഇവിടെയായി തീരുമെന്ന് സ്ത്രീക്ക് തോന്നി. അപ്പോൾ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിന്മേൽ ജയം ഏറ്റെടുക്കുവാൻ സ്ത്രീക്ക് സാധിച്ചില്ല. സ്ത്രീ ആ ഒരു ഇന്ദ്രിയത്തിന്മേൽ ജയം ഏറ്റെടുക്കുവാൻ സാധിക്കാഞ്ഞത് കൊണ്ട് തന്നെ ആ പാപത്തിലേക്ക് വീഴുവാനിടയായി തീർന്നു. സ്ത്രീ പാപം ചെയ്തതൊപ്പം തന്നെ ഭർത്താവായ ആദാമിന് കൊടുക്കുവാനിടയായി തീർന്നു. ഇവിടെ ഉണ്ടായ ഫെയിലിയർ എന്ന് പറയുന്നത് കുഡിൻറ്റ് കൺട്രോൾ അപ്പറ്റൈറ്റ് ആൻഡ് ക്യൂരിയോസിറ്റി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ കാരണം അവിടെ തൻ്റെ ജീവിതത്തിൽ ഫെയിലിയർ സംഭവിക്കാനിടയായി തീർന്നു.
അതിൻ്റെ അനന്തരഫലമായിട്ട് എന്തുണ്ടായി? സിൻ എൻറ്റേർഡ് ദ വേൾഡ് ആൻഡ് ഇറ്റ് സെപ്പറേറ്റഡ് ദം ഫ്രം ഗോഡ്. അത്രയും ദിവസങ്ങളിൽ ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഫലം തിന്നതിൻ്റെ ഫലമായിട്ട് പാപം ലോകത്തിലേക്ക് വരികയും ദൈവവുമായിട്ടൊരു സെപ്പറേഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അൺചെക്ഡ് ഡിസയർ ലീഡ്സ് ടു സ്പിരിച്വൽ ഡൗൺഫോൾ. നമ്മുടെ ആത്മീയ തകർച്ചയ്ക്ക് ഈ ഒരു ചെറിയൊരു കാര്യമാണ്. സാധാരണ ഇത്രയേ ചോദിച്ചുള്ളൂ. ഡിസിഷൻ എടുക്കേണ്ടത് സ്ത്രീയായിരുന്നു. ആ ഒരു ഹൗവയായിരുന്നു ഡിസിഷൻ എടുക്കേണ്ടത്. ആ ഒരു പഴം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഡിസിഷൻ വേണ്ടാത്തതായിട്ടുള്ള ആ ക്യൂരിയോസിറ്റി കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എപ്രകാരമായി തീരുമെന്ന് ആ ഒരു ക്യൂരിയോസിറ്റി കാരണം അവൾ അത് ഭക്ഷിക്കുവാനിടയായി തീർന്നു. അപ്പോൾ അൺചെക്ക് ഡിസയർ ലീഡ്സ് ടു സ്പിരിച്വൽ ഡൗൺഫോൾ. അന്ന് വരെയും ദൈവമായിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടായ്മ അവർക്ക് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശലോമോൻ്റെ കാര്യത്തിൽ ഒന്ന് രാജാക്കന്മാർ അതിൻ്റെ 11-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പല അന്യദേശക്കാരായിട്ടുള്ള സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് തൻ്റെ ജീവിതത്തിൽ ഫെയിലിയറിന് കാരണമായി തീർന്നു. ഫെയിലിയർ, ലാക്ക് ഓഫ് റീസ്ട്രെയിൻറ്റ് ഇൻ റിലേഷൻഷിപ്സ്, അതിൻ്റെ റിസൾട്ടായിട്ട് സ്പിരിച്വൽ ഡിക്ലൈൻ ആൻഡ് ഡിവൈഡഡ് കിങ്ഡം. താൻ നല്ല രീതിയിൽ രാജ്യമൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ജ്ഞാനികളിൽ ജ്ഞാനി എന്നാണ് ശലോമോൻ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ ഒരു നിമിഷത്തെ ആ ഒരു പർട്ടിക്കുലർ നിമിഷത്തെ ഫെയിലിയർ കാരണം സ്പിരിച്വൽ ഡിക്ലൈനും ഉണ്ടായി. തൻ്റെ കിങ്ഡം ഡിവൈഡഡ് ആകാനും ഇടയായി തീർന്നു. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈവൻ ദ വൈസസ്റ്റ് ക്യാൻ ഫോൾ വിത്തൗട്ട് സെൽഫ് കൺട്രോൾ. ഈ ലോകത്തിൽ എത്ര ബുദ്ധിമാനാണെന്ന് പറഞ്ഞാലും ജ്ഞാനികളിൽ ജ്ഞാനികളായ ശലോമോൻ പോലും സെൽഫ് കൺട്രോൾ തൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്നപ്പോൾ പതറി വീഴുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് സഭാപ്രസംഗി 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ബെറ്റർ ഈസ് ദ എൻഡ് ഓഫ് എ തിങ് ദാൻ ഇറ്റ്സ് ബിഗിനിങ്. കാരണം തൻ്റെ അവസാന ഇതിലേക്ക് വരുമ്പോൾ തനിക്ക് മനസ്സിലായി, നമുക്ക് വായിക്കുവാൻ നമുക്ക് കാണുന്നത്, താൻ നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യം അത് വളരെ ഡിവൈഡഡ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം വളരെ നല്ലതായിട്ട് തീർക്കാൻ നമ്മൾ കരുതേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അടുത്തതായിട്ട് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ആങ്കർ. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കൈൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കോപത്തിന്മേൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. മാനുഷികമായിട്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ നമുക്ക് കോപം ഉണ്ടാകാം. എന്നാൽ കോപം ഒരു കഠിനമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ എക്സ്റ്റെൻറ്റ് കൂടി കഴിയുമ്പോൾ അത് പലവിധമായ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം കൈൻ്റെ ആ യാഗത്തിൽ പ്രസാദിച്ചില്ല, സഹോദരനായ ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് കൈൻ്റെ ജീവിതത്തിൽ എന്തായി? സഹോദരനോട് കോപമുണ്ടാകുവാനിടയായി തീർന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് അവിടെ ഒരു ഫെയിലിയർ സംഭവിച്ചു, ആങ്കർ ആൻഡ് ജെലസി. അത് കാരണം അവൻ ആദ്യത്തെ കൊലപാതകനായി തീർന്നു. ബൈബിൾ മർഡർ ആൻഡ് കേഴ്സ് തൻ്റെ ജീവിതത്തിലുണ്ടായി തീർന്നു. ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇഫ് ആങ്കർ ഈസ് നോട്ട് കൺട്രോൾഡ് ഇറ്റ് ബിക്കംസ് ഡിസ്ട്രക്റ്റീവ്. അത് വിനാശകാരിയായി തീരുവാൻ ഇടയായി തീരും. അടുത്തതായിട്ട് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ അപ്പറ്റൈറ്റ്. ഏശാവിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29 മുതൽ 34-ാം വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏശാവ് പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായി വരികയാണ്. അപ്പോൾ ഇളയ സഹോദരനായ യാക്കോബ് അവിടെ പായസം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു പായസത്തിൻ്റെ ആ ഒരു മണവും ആ ഒരു കളറും ടെക്സ്ചറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ക്ഷീണിതനായിരിക്കുന്ന ഏശാവിന് അതിൽ നിന്ന് കുറച്ച് കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ യാക്കോബിനോട് പറയുകയാണ്, എനിക്ക് ഈ പായസം തരുമോ എന്നുള്ളത്. അങ്ങനെ തന്ത്രശാലിയായ യാക്കോബ് ജ്യേഷ്ഠാവകാശം തരുകയാണെങ്കിൽ ഞാൻ ഈ പായസം തരാമെന്ന് ഏശാവിനോട് പറയുകയുണ്ടായി. മറ്റൊന്നും ആലോചിച്ചില്ല, എടുത്തു ചാടി ഞാൻ തരാം, എനിക്ക് ആ പായസത്തിൽ നിന്ന് തരുവാനായിട്ട് പറയുന്നു. അങ്ങനെ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്, പായസം തൻ്റെ ജ്യേഷ്ഠനായ യേശാവിന് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടുത്തെ ഫെയിലിയർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, താൽക്കാലികമായിട്ടുള്ള ആ ഒരു അന്നേരത്തേക്കുള്ള വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമെടുത്തത്. എന്നാൽ നഷ്ടപ്പെടുത്തിയത് തൻ്റെ ജ്യേഷ്ഠാവകാശമാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് ലോസ്റ്റ് ഓഫ് ദ ലോങ് ബ്ലെസ്സിങ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഡോണ്ട് ട്രേഡ് യുവർ ഗുഡ് ഫ്യൂച്ചർ ഫോർ ടെമ്പററി സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് താൽക്കാലികമായിട്ട് അവിടെ യേശാവിൻ്റെ വിശപ്പടങ്ങിയെങ്കിലും അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്കത് തോന്നിയാലും, പക്ഷേ നമ്മുടെ ലോങ് ടേം ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അതൊരിക്കലും ഒരു ബ്ലെസ്സിങ് അല്ലായിരുന്നു. തൻ്റെ ജ്യേഷ്ഠാവകാശം അവിടെ നഷ്ടപ്പെടുത്തുകയാണ് യേശാവ് ചെയ്യുകയുണ്ടായത്.
അടുത്തതായിട്ട് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ലസ്റ്റ്. ഷിംഷോൻ്റെ ജീവിതം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അദ്ദേഹം വളരെ ശക്തിമാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ മുടിയിലായിരുന്നു ശക്തി മുഴുവനുള്ളത്. അത് എന്നാൽ മറ്റൊരു അന്യദേശക്കാരിയായ ദലീലയോടെ ഒപ്പം അദ്ദേഹം അതിയായ സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അത് തൻ്റെ ഫെയിലിയറിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. ഇവിടെ ഫെയിലിയറിന് കാരണമായി തീർന്നത് ലസ്റ്റ് ആൻഡ് ഇമോഷണൽ വീക്ക്നെസ് ആണ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവയിലൊന്നും നമ്മൾ അകപ്പെടരുത് എന്നുള്ളത് വചനം പറയുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് ഹി ലോസ്റ്റ് ഹിസ് സ്ട്രെങ്ത് ആൻഡ് ക്യാപ്റ്റീവ്ഡ് ആൻഡ് ബ്ലൈൻഡഡ്. അവൻ തൻ്റെ ശക്തി നഷ്ടപ്പെടുകയും കുരുടനായി കണ്ണിൻ്റെ കാഴ്ചയെ അത് ബാധിക്കുകയും ബന്ധിതനായി തീർന്നപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൽ നിന്ന് പഠിക്കുവാനുള്ളത് അൺകൺട്രോൾഡ് ലസ്റ്റ് ഡിസ്ട്രോയ്സ് ഡെസ്റ്റിനി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് ദാവീദാണ്, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ കാര്യമാണ്. 2 സമൂയേൽ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെയും ഇത് തന്നെയാണ്. കൺമോഹത്തിൽ അദ്ദേഹം ബെത്സേയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെയും ഫെയിലിയറിന് കാരണമായി തീർന്നത് ലസ്റ്റ് ആൻഡ് മിസ്യൂസ് ഓഫ് പവർ ആണ്. രാജാവായിരിക്കുമ്പോൾ, രണ്ടാമത്തെ രാജാവായിരിക്കും, മറ്റാരും തന്നെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം തനിക്കുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് പോലും പുള്ളിക്ക് അത് തോന്നിയില്ല. ആദ്യത്തെ അവസരത്തിൽ തനിക്ക് തോന്നിയില്ല. ആ അധ്യായം 11-ാം അധ്യായം അതിൻ്റെ ലാസ്റ്റ് വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, എന്നാൽ കർത്താവിൻ്റെ സന്ധിയിൽ അത് അനിഷ്ടമായിട്ട് തോന്നി. എന്നിട്ടും ദാവീദിനത് തെറ്റായിട്ട് തോന്നിയില്ല. എന്നിട്ട് നാഥാൻ പ്രവാചകൻ വന്ന് പറയുമ്പോഴാണ്, ഒരു ഉപമയിൽ കൂടി അത് പറയുമ്പോഴാണ് താൻ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം ദൈവസന്ധിയിൽ റിപ്പൻറ്റൻസിനായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവം തന്നെ അദ്ദേഹത്തോട് ക്ഷമിക്കാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഈ ഒരു റിപ്പൻറ്റൻസിലേക്ക് നയിച്ചതുകൊണ്ടാണ് ദൈവം തന്നെ പറയുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദെന്ന്. ദാവീദ് ദൈവം അഭിഷേകം ചെയ്ത വ്യക്തിയാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തെറ്റുകളും പാളിച്ചകളും ഒക്കെ പറ്റി. ദൈവവചനം വളരെ വളരെ അറിവുള്ള വ്യക്തിയാണ്. എന്നാൽ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം, തൻ്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഇത് കാരണം, അതിൽ വന്ന ഫെയിലിയർ കാരണം അദ്ദേഹം പാപത്തിലേക്ക് വഴുതി വീഴാനായി തീർന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് ഫാമിലി ട്രാജഡി ആൻഡ് സ്പിരിച്വൽ കോൺസിക്വൻസസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം നാഥാൻ പ്രവാചകനിൽ കൂടെ പറയുന്നുണ്ട്, നീ ഇങ്ങനെ മറ്റൊരു വ്യക്തിയുടെ ഭാര്യയോട് ചെയ്യുന്നതിനാൽ നിൻ്റെ ഭാര്യമാരുടെ മേലെ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. അബ്ശാലോം ദാവീദിൻ്റെ വെപ്പാട്ടികളായ 10 സ്ത്രീകളോടുകൂടെ ശയിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ദൈവം റിപ്പൻറ്റൻസ് തരും. എന്നാൽ നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് ഉള്ള ലെസൺ എന്ന് പറയുന്നത്, 1 moment of weakness can affect a lifetime. 1 moment of weakness can affect a lifetime. അടുത്തതായിട്ട് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ഇംപേഷ്യൻസ്. അത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിനെ പറ്റിയാണ്. 1 സമൂയേൽ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഹോമയാഗം കഴിക്കുവാനായിട്ട് പറഞ്ഞുവെങ്കിലും അദ്ദേഹം വെയിറ്റ് ചെയ്യുവാനിടയായി തീർന്നില്ല. ശമൂവേൽ പ്രവാചകന് വേണ്ടി കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യാൻ അദ്ദേഹം വളരെ ഇംപേഷ്യൻ്റ് ആയിരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് ഹി ലോസ്റ്റ് ഹിസ് കിങ്ഡം. ഇംപേഷ്യൻസ് ഇറ്റ് ക്യാൻ അഫക്റ്റ് യുവർ കോളിംഗ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് അദ്ദേഹത്തിന് തുടരായിരുന്നു. എന്നാൽ ഇംപേഷ്യൻസ് കാരണം, സഹിഷ്ണുത ഇല്ലാതായിരുന്നത് കാരണം അദ്ദേഹത്തിന് തൻ്റെ രാജഭരണം അടിയറ വെക്കേണ്ടി വന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ഫിയർ. പുതിയ നിയമത്തിൽ കടന്നു വരികയാണ്. ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ഫിയർ ആൻഡ് വേർഡ്സ്. പത്രോസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ പത്രോസും കൂടെ തന്നെ ഉണ്ടായിരുന്നു. 3 വ്യക്തികൾ പത്രോസിനോട് ചോദിക്കുന്നതുകൊണ്ട്, നീ യേശുവിൻ്റെ കൂടെ അല്ലയോ? 3 പ്രാവശ്യവും പത്രോസ് പറയുന്നു, എനിക്ക് യേശുവിനെ അറിയില്ല എന്നുള്ളത്. അത് നമുക്ക് ആ ഒരു പേടി കൊണ്ടാണ് സംസാരിക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പാകെ യേശുവിനെ അറിയാം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുവാൻ ഉള്ള പേടി കാരണം, ഫിയർ ആൻഡ് വേർഡ്സ്, കൺട്രോൾ ഓവർ ഫിയർ ആൻഡ് വേർഡ്സ്, അതിൻ്റെ ആ ഒരു ഇതിൽ വന്ന പരാജയം കാരണം യേശുവിനെ
യേശു തന്നെ പറയുന്നുണ്ട്, കോഴി 3 തവണ കുന്തിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ ഫെയിലിയറായിട്ട് ഫിയർ ആൻഡ് ഇമ്പൾസീവ് സ്പീച്ച് ആൻഡ് ഇൻ റിസൾട്ട് ഇൻ റിഗ്രറ്റ് ആൻഡ് വീപ്പിംഗ്. യേശുക്രിസ്തു ഈ കാര്യം പത്രോസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കരഞ്ഞ ദൈവസനത്തിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. ലെസൺ എന്ന് പറയുന്നത്, ഫിയർ ക്യാൻ മേക്ക് അസ് ആക്ട് എഗെയിൻസ്റ്റ് ഫെയ്ത്ത്. വിശ്വാസത്തിൽ നമുക്ക് വിശ്വാസത്തെ പറ്റിയൊക്കെ അറിയാമെങ്കിലും പേടി കാരണം പലപ്പോഴും നമ്മൾ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിനെതിരെ ആക്ട് ചെയ്യാനിടയായി തീരും. അടുത്തതായിട്ട് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ഗ്രീഡ്. അത്യാഗ്രഹം കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ വേണ്ടതാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത്യാഗ്രഹമാകുമ്പോൾ അതിന്മേലും നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണമെന്നാണ് വചനം പറയുന്നത്. അനന്യാസിൻ്റെയും സഫീറയുടെയും കാര്യം നമ്മൾ എടുക്കുമ്പോൾ പത്രോസും യോഹന്നാനും പറയുന്നു, നിങ്ങൾക്കുള്ള നിലം വിറ്റിട്ട് അതിൻ്റെ ഓഹരി ഞങ്ങളെ ഏൽപ്പിക്കുവാനായിട്ട് പറയുന്നു. എന്നാൽ അതിലൊരംശമാണ് അനന്യാസും സഫീറയും കർത്തദാസന്മാർക്ക് കൊടുക്കുവാനിടയായി തീർന്നത്. അന്നേരവും അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുഴുവൻ അംശവും ഇതിൽ ഞങ്ങൾക്ക് തന്നു എന്ന് ചോദിക്കുവാനിടയായിത്തീരുന്നു. അന്നേരം അവർ പറയുന്നത് മൊത്തമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഗ്രീഡ് ആൻഡ് ഡിസെപ്ഷൻ കാരണം അവർ അന്നേരം തന്നെ പെട്ടെന്ന് അതിൻ്റെ താഴെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു, ഇമ്മീഡിയറ്റ് ജഡ്ജ്മെൻറ്റ് അവരുടെ ജീവിതത്തിലുണ്ടായി. അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ലെസൺ, ഹൈപ്പോക്രസി ആൻഡ് ഗ്രീഡ് ആർ ഡേഞ്ചറസ് ബിഫോർ ഗോഡ്. നമ്മളെ തന്നെ ഉയർത്തുന്നതും അത്യാഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ഗുണത്തെക്കാൾ ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വചനം പറയുന്നു. അടുത്തതായിട്ട് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ലിവിങ്. ഇതിൽ നമുക്ക് മുടിയനായ പുത്രൻ്റെ കാര്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആദ്യം നിൽക്കുമ്പോൾ തനിക്ക് എല്ലാ സുഖസൗകര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ പുറമേയുള്ള ജീവിതം എങ്ങനെയുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് അദ്ദേഹം ചെന്നപ്പോൾ അതിൻ്റെയൊക്കെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഭക്ഷിപ്പാൻ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ഇതിൻ്റെയൊക്കെയും അടിസ്ഥാന കാരണം തീർന്ന് പറഞ്ഞാൽ ഹി ലോസ്റ്റ് ഹിസ് കൺട്രോൾ ഓവർ ലിവിങ് എന്നുള്ളതാണ്. ലാക്ക് ഓഫ് ഡിസിപ്ലിനാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഫെയിലിയറിന് ഇടയാക്കാൻ കാരണം. ആൻഡ് ഇറ്റ് ലീഡ് ടു പോവേർട്ടി ആൻഡ് ഷെയിം. എന്നാൽ അതിൽ നിന്ന് പഠിക്കേണ്ട ലെസൺ എന്ന് പറഞ്ഞാൽ ലൈഫ് വിത്തൗട്ട് കൺട്രോൾ ലീഡ്സ് ടു എംപ്റ്റിനെസ്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഹീ ക്യാൻ റിസ്റ്റോർഡ് ദ ലോസ്റ്റ് ലൈഫ് എന്നാണ് നമുക്ക് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രോഡിഗൽ സണ്ണിൻ്റെ മുടിയനായ പുത്രൻ്റെ ഉപമയുടെ കാര്യം പറയുവാണെങ്കിലും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മടങ്ങി വന്നപ്പോൾ പിതാവ് ദൂരെ നിന്ന് നോക്കി മകനെ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ദ ഗോഡ് ഓഫ് റിസ്റ്റോറേഷനാണ്. നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ റിസ്റ്റോറേഷൻ നൽകുന്ന ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ആൻഡ് ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ ക്യാൻ ലീഡ് ടു ലോസ് ഓഫ് ബ്ലെസ്സിങ്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ നഷ്ടത്തിന് അത് കാരണമായി തീരും. അടുത്തത് ഇറ്റ് ക്യാൻ ലോസ് ഓഫ് ഡെസ്റ്റിനി. നമ്മളെപ്പറ്റി ദൈവത്തിന് ഓരോ നിയോഗങ്ങളുമുണ്ട്, അതിന് തടസ്സമായി തീരും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ലോസ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധത്തെ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയജയമില്ല എങ്കിൽ അത് നമ്മുടെ ബ്ലെസ്സിങ്ങിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ദൈവികമായിട്ടുള്ള ആത്മീക നിയോഗത്തെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ അഫക്റ്റ് അവർ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് അഫക്റ്റ് ചെയ്യാനിടയായി തീരും. എന്നാൽ നമുക്കുള്ള പ്രത്യാശയുണ്ട്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ റിപ്പൻറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, അതാണ് നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിലും പത്രോസിൻ്റെ ജീവിതത്തിലും മുടിയനായ പുത്രത്തിൻ്റെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ ദൈവം അവരെ കൈവിട്ടില്ല, ദൈവം അവരെ തിരികെ ചേർത്ത് കൊണ്ടുവരുവാനിടയായി തീർന്നു. ആൻഡ് ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ പെർഫെക്ഷൻ, ഹീ ഈസ് ലുക്കിംഗ് ഫോർ റിപ്പൻറ്റൻസ്. നമ്മളാരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളാരും പെർഫെക്റ്റ് അല്ല. എന്നാൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാം. എന്നാൽ അതിലൊക്കെയും റിപ്പൻറ്റ് ചെയ്ത് മടങ്ങി വരുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദ ഓൺലി സൊല്യൂഷൻ ഈസ് ത്രൂ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലോടുള്ള ശക്തിയോടുകൂടി മാത്രമേ നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഗലാത്യർ 5-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, walk in the spirit and you shall not fulfill the lust of the flesh. You don't fight sin alone, you overcome by the Holy Spirit. നമ്മൾ പാപത്തിന്മേൽ ജയം നമുക്കത് സ്വയമേ നമ്മൾ എത്ര പോരാടാൻ ശ്രമിച്ചാലും നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കതിനൊക്കെയും തരണം ചെയ്യുവാനായിട്ട് സാധിക്കും.
യോഹന്നാൻ 14:26 കാണുന്നു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പേ ആയിട്ട് സ്വർഗത്തിലേക്ക് താൻ അറിയായിരുന്നു ക്രൂശിക്കപ്പെടും. അതിനൊക്കെ മുമ്പേ ആയിട്ട് കർത്താവ് പറയുന്നു, ഞാനൊരു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരുവാനായിട്ടും നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയക്കുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ അത് പഠിപ്പിക്കുവാനിടയായി തീരും. നമ്മളെ ഓരോ ദിവസവും അത് നയിക്കുവാനിടയായി തീരും. നമ്മളെ ഓരോ ദിവസവും നിയന്ത്രിപ്പാനായിട്ടുള്ള ശക്തി നൽകുവാനിടയായി തീരും. എന്നാൽ ദൈവം പറയുന്നത്, ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എഫേസ്യർ 4:30 പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ നിയന്ത്രണമില്ലായ്മ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപ സ്വഭാവങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ അനുസരണക്കേട്, ഇതൊക്കെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിലെ പ്രൈം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ഗൈഡൻസ് തരുവാൻ ഇടയായി തീരും. നമ്മൾ വിചാരിക്കും നമ്മൾ പെർഫെക്റ്റ് അല്ല, ദൈവം ഒരിക്കലും എന്നെ ശ്രദ്ധിക്കുകയില്ല, അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കുകയില്ല. എന്നാൽ 1 കൊരിന്ത്യർ 1:27 വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. നമ്മൾ ഒന്നുമില്ല, ഏതുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും നമ്മൾക്ക് ജ്ഞാനമില്ല എന്ന് വിചാരിച്ചാലും, നമുക്ക് ബലമില്ല എന്ന് വിചാരിച്ചാലും, ദൈവത്തിന് നമ്മളെപ്പോലുള്ള ഓരോരുത്തരെയാണ് ദൈവത്തിന് ആവശ്യം. ആ ബലമില്ലാത്ത അവസ്ഥയിൽ, ജ്ഞാനമില്ലാത്ത അവസ്ഥയിൽ ജ്ഞാനികളാക്കുവാനും നമ്മളെ ബലമുള്ളവരാക്കി തീർക്കുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് അടുത്ത് വന്നപ്പോൾ ഉള്ള ആ ഒരു ആത്മീയ സന്തോഷം, ആ ഒരു തീക്ഷ്ണത നമുക്കിപ്പോൾ ഉണ്ടോ എന്ന് ഞാനും നിങ്ങൾ ഓരോരുത്തരും നമ്മളെ തന്നെ ചോദ്യം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എൻ്റെ പേഴ്സണൽ കാര്യം പറയുവാണെങ്കിൽ പലപ്പോഴും തുടക്കകാലങ്ങളിലൊക്കെ പിന്നീട് ജോലിയുടെ കാര്യങ്ങൾ അതൊരു തടസ്സമായി നിന്നു. എന്നാൽ തുടക്കകാലങ്ങളിലും പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഉപവാസവും പ്രാർത്ഥിപ്പാനും ഒക്കെയും 21 ദിവസമൊക്കെയും ഫാസ്റ്റിംഗ് എടുപ്പാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഇടയ്ക്ക് എവിടെയാ ഒരു കണക്ഷൻ ഒന്ന് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതമാണിത്. ഇടയ്ക്ക് നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ TV ഓണാക്കുമ്പോൾ കണക്ഷൻ ലോസ് നമുക്ക് എഴുതി കാണിക്കും. എന്നാൽ അതിനൊരു ചെറിയൊരു ഡിഷ് ഒന്ന് ഇതാക്കുമ്പോൾ, പൊസിഷൻ ഒന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് കണക്ഷൻ റീറ്റെയിൻഡ് അല്ലെങ്കിൽ കണക്ഷൻ ബാക്ക് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ കണക്ഷൻ വീണ്ടും ഇടയ്ക്ക് ലോസ്റ്റായി വീണ്ടും ബാക്കായിട്ട് വരുവാനല്ല, ദൈവസന്നിധിയിൽ തന്നെ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനാണ്. അത് ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മാത്രമേ ആ കണക്ഷൻ നഷ്ടപ്പെടാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ലൈഫിൽ എന്താഗ്രഹിക്കുന്നു അതിന് പ്രകാരം ജീവിതത്തിൽ മുന്നേറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലഹീനനാണ് എന്ന് വിചാരിച്ചിരിക്കാം, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കാം. പക്ഷേ ദൈവം നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തെ മാറ്റുവാൻ അവന് സാധ്യമാണ്. അവൻ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മളെ ഉയർത്തുവാൻ അവന് സാധ്യമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തു നിന്ന് അവനെ പുനഃസ്ഥാപിക്കുവാൻ ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ സകല നിയന്ത്രണവും നമ്മൾ ആ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടായി തീരും. അതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ, ഇഫ് യു ലോസ്റ്റ് യുവർ സെൽഫ് കൺട്രോൾ യു ക്യാൻ ലോസ്റ്റ് യുവർ ഡെസ്റ്റിനി എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ജയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മനിയോഗങ്ങൾ നമുക്ക് നഷ്ടപ്പെടുവാനിടയായി തീരും. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ.